പെണ്ണിനെ തന്നോടൊരു മുഹബത്തൊക്കെ തോന്നുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ പാക്കറിഞ്ഞിട്ട് മാക്സിമം പാര വെച്ചതും അതുകൊണ്ടാ. നീ ക്ഷമിക്കുമോനെ. താനവളെ ചുമ്മാ പറഞ്ഞു പറ്റിച്ചിട്ടൊടുക്കം തേച്ചിട്ട് പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് താൻ പിന്നെ അതൊരു സീനാക്കിയപ്പോ എനിക്ക് മനസ്സിലായി തനിക്ക് മാളുവിനോടുള്ള ഇഷ്ടം സിൻസിയറാണ്. പിന്നെ എന്തിനായിരുന്നു ആ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്? അത് മുഴുത്ത അസൂയ കൊണ്ടാ മോനെ. ജനിച്ചത് മുതല് തോളെ കൈയിട്ട് മച്ച കമ്പനി ആയിരുന്നല്ലോ ഞങ്ങള്. എന്നിട്ട് അവള് മാത്രം ചുളുവിനൊരു ലൈൻ പിടിച്ച് സെറ്റായത് കണ്ടപ്പോ ഒരു കുഞ്ഞ് അസൂയപ്പൂ വിരിഞ്ഞതിന്റെ റിസൾട്ടാണ് ആ ത്രികോണ പ്രേമത്തിന്റെ സ്ക്രിപ്റ്റ്. പക്ഷെ അതും ചീറ്റിപ്പോയി. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും പണിപാളിയെന്ന് ബോധ്യമായപ്പോ കീഴടങ്ങുന്നതാണ് ബുദ്ധി എന്ന് തോന്നി. താൻ ആരെങ്കിലും കണ്ടുപിടിക്കുക, തനിക്ക് ഇനിയും സമയമുണ്ടല്ലോ. എന്റെ പൊന്നോ, നമുക്കെങ്ങും വേണ്ടേ? അല്ലേലും ഇയാള് പറഞ്ഞത് ശരിയാ. നമ്മളെ പോലുള്ള ഐറ്റത്തിനെയൊക്കെ ആര് പ്രേമിക്കും? മൊത്തത്തിലൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലേ? ഇനിയിപ്പോ എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. എന്റെ മാളു ഒരു പാവാരും. സ്നേഹിക്കാൻ മാത്രമേ അവക്കറിയൂ. താനായിട്ട് ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തരുത്. പ്രോമിസ് ചെയ്യും? പ്രോമിസ്. അപ്പൊ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് മോനെ. അവളുടെ ചെറുക്കനായതുകൊണ്ട് മാത്രം പാക്കരനെ ഞാൻ ഇനി ഇഷ്ടപ്പെട്ടു തുടങ്ങും. പോട്ടെ. ബൈ അപൂർവ. അപ്പു. അടുപ്പുള്ളവര് അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. പോട്ടെ. അച്ഛാ, തിരക്കില്ലെങ്കിൽ എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരു ഇൻട്രോ? എന്താന്ന് വെച്ചാ പറപ്പോ. നാളെ കഴിഞ്ഞ് ഞാനൊരു യാത്ര പോവാ, ചെന്നൈയിലേക്ക്. എന്താ കാര്യം? ഇന്റർ യൂണിവേഴ്സിറ്റി മാച്ചിന്റെ പ്രാക്ടീസ് ഉണ്ട്. അതൊരു 3 ദിവസത്തെ ക്യാമ്പാ. പക്ഷേ ഞാൻ ചിലപ്പോ 1-2 ആഴ്ച കഴിഞ്ഞേ മടങ്ങി വരും. എന്തു പറ്റി? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എവിടേക്കെങ്കിലും കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണം. മൈൻഡൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാന്ന് കരുതി. അപ്പോ മാളുവിന്റെ എൻഗേജ്മെന്റിന് നീ വരുന്നില്ലേ? അത് നാളെ കഴിഞ്ഞല്ലേ? ആ, പക്ഷെ ഞാനത് അറ്റൻഡ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോ നീ വെറുതെ? ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അച്ഛാ. അതിനെ ആര് പറഞ്ഞാലും ഞാൻ മാറ്റില്ല. അതിനുവേണ്ടി അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. മാളുവിനോട് മോളെ ഈ കാര്യം പറഞ്ഞോ? ഇല്ല, പറയണം. ആദ്യം അച്ഛനോട് പറഞ്ഞിട്ടാകാന്ന് കരുതി. തനിച്ചൊരു യാത്ര അത് വേണോ അപ്പു? വേണം. അച്ഛൻ പേടിക്കണ്ട. ഞാൻ മദ്യപിക്കില്ല, ഡ്രഗ്സ് ഉപയോഗിക്കില്ല, ആരുമായും കമ്പനി കൂടി കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുകയില്ല. ഇത്രയൊക്കെ ഉറപ്പ് പോരെ അച്ഛന്? അപ്പോ നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് ഊഹിക്കാം. സോറി അച്ഛാ,
എന്റെ മനസ്സെന്താന്ന് അച്ഛനെന്നല്ല ആർക്കും മനസ്സിലാവില്ല. അതാണ് എന്റെ സങ്കടവും. സാരമില്ല, അതിന് എനിക്ക് ആരോടും പരിഭവമൊന്നുമില്ല. എന്റെ കുഴപ്പം തന്നെയാ. എവിടെയെങ്കിലുമൊക്കെ തനിച്ചൊന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. അതിനുവേണ്ടിയാ ഈ യാത്ര. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോളൂ. പക്ഷേ എനിക്ക് പോണോ അച്ഛാ? ഇല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതിൽ നല്ലതല്ലേ ചെയ്ത. അമ്മയോട് സംസാരിച്ചോ? ഇല്ല, അച്ഛൻ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ വി പി അവളെ തനിച്ച് പോകാൻ തന്നെ സമ്മതിച്ചോ? അതെങ്ങനെ ശരിയാവും? നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും അവൾ പോവുക തന്നെ ചെയ്യും. ആരോടും പറയാതെ അവൾ അങ്ങനെ ഒരു സാഹസം ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ അറിവോട് കൂടി പോകുന്നു. എന്നാലും അവൾ തനിച്ച്, അതും ഇത്രയും ദിവസം. അതിനെന്താ കുഴപ്പം? അപ്പുവിനെ പോലെ ബോൾഡായൊരു പെൺകുട്ടിക്ക് അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്രയോ പെൺകുട്ടികൾ തനിച്ച് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ പുറപ്പെടുന്നുണ്ട്. എനിക്കെന്തോ ഉള്ളിലൊരു... തൻ്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവൾ ഒരിക്കലും ചീത്ത കമ്പനികൾ ചെന്ന് പെടില്ലെന്ന്. അവൾ വാക്ക് തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തോ എനിക്കതൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. അവൾക്ക് ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അപ്പുവിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് അവളെ കുറ്റം പറയാനാവില്ല ഗീത. പെട്ടെന്ന് മാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വന്നത് അവളുടെ മനസ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അതിലൊരാൾ പെട്ടെന്ന് മറ്റൊരു റിലേഷനിലേക്ക് എൻഗേജ്ഡ് ആവുമ്പോൾ അപ്പുവിനെ പോലെ സെൻസിറ്റീവായ ഒരാൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ വി പി, അത്തരം റിയാലിറ്റീസ് എപ്പോഴാണെങ്കിലും അപ്പവും ആളും ഫേസ് ചെയ്യേണ്ടതല്ലേ? അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പക്വത കാണിക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒളിച്ചോടുകയാണോ വേണ്ടത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ളൊരു സൗഹൃദം പോലെ അല്ലല്ലോ അപ്പവും ആളും തമ്മിലുള്ള സൗഹൃദം. ജനനം മുതൽ പരസ്പരം കൂട്ടായ രണ്ടുപേർ. പോരാത്തതിന് നമ്മൾ വീട്ടുകാരുടെ എല്ലാവിധ സപ്പോർട്ടും. ആ സൗഹൃദത്തിലേക്ക് പെട്ടെന്ന് മൂന്നാമതൊരാൾ കടന്നു വരുന്നതും അധികാരമുറപ്പിക്കുന്നതൊന്നും അപ്പുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. പോരാത്തതിന് നമ്മൾ വീട്ടുകാരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും. പൊതുവെ അപ്പുവിന് പൊസസീവ്നെസ് അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിനെ അത് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഒരു കണക്കിന് ഇങ്ങനൊരു യാത്ര അപ്പുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നു. കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അവളുടെ മനസ്സൊന്ന് ശാന്തമാവും. എന്നാലും എൻഗേജ്മെന്റ് അവളിവിടെ ഇല്ലാന്ന് പറയുമ്പോൾ അശ്വതി മുരളിയൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അവളെ ഇവിടുന്ന് നമ്മളും കൂടെ ചേർന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നെങ്ങാനും വിചാരിക്കുവോ? അശ്വതി മുരളിയൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. പിന്നെ ഇന്ദിരാമ അവരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ നോക്കിയാലും അശ്വതി മുരളിയൊന്നും അതിന് കാത് കൊടുക്കില്ല എന്ന് ഉറപ്പാ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ കരുതിയാലും ഇല്ലെങ്കിലും നമുക്ക് വലുത്
അപ്പുവിനെ സാധാരണഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ അതേക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി നമ്മള്. അതിന് ഇങ്ങനൊരു ട്രിപ്പ് പോയേ മതിയാവൂ എന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോ പറയുന്നത് എന്തിനാ? അവള് പോയിട്ട് വരട്ടെ. ഇനിയിപ്പോ താൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് പ്രഷർ കൂട്ടാതെ കിടക്കാൻ നോക്ക്. എനിക്ക് രാവിലെ പോണം. ആ അതേ ഗോപിയേട്ടാ, എല്ലാം വളരെ പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു. ഒന്നുമില്ല, നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോ എന്നാ പിന്നെ അതങ്ങ് നോക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ആ അതെ, ഈ മാസം 12-നാ. ആ ഞായറാഴ്ച തന്നെ. അരുന്ധതി ചേച്ചിയും കുട്ടി രാവിലെ തന്നെ ഇഞ്ഞ് പോന്നേക്കണം. ഞാനും അശ്വതിയും നേരിട്ട് ക്ഷണിക്കാൻ വരണോ? ആ മറക്കല്ലേ, കമ്മിങ് സൺഡേ. നമ്മൾ ആദ്യം കണ്ട ചോപ്പിൽ ആ കസവ് കരയുള്ള സാരിയില്ലേ, കുറച്ചുകൂടി എടുപ്പുണ്ടായിരുന്നു. അതെടുത്താ മതിയായിരുന്നു. അതൊക്കെ കോമൺ കളറല്ലേ അമ്മേ, അതുകൊണ്ടല്ലേ നമ്മൾ ഇതെടുത്തത്. ആ ശരി, ഓക്കെ. ആ പിന്നെ നാളെയോ മറ്റന്നാളോ ലോക്കറിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ കൂടി എടുത്തു വെക്കണം. എന്തിനാ അമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ തന്നെ ധാരാളം. തന്നെയല്ല, അവർക്കങ്ങനെ ആർഭാടത്തിലൊന്നും വലിയ കമ്പമില്ലെന്ന് കിഷോർ പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ? അങ്ങനെ പറയുന്നത് അവരുടെ മര്യാദ. പക്ഷെ എന്ന് വെച്ച് നമ്മുടെ കൊച്ചിനെ വെറുതെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ. പെൺകുട്ടികൾക്ക് പൊന്നും പട്ടുമൊക്കെ ഇതുപോലുള്ള ചടങ്ങുകൾക്ക് വേണം. അതുമാത്രമല്ലെന്നേ, അവരങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് നമ്മുടെ അന്തസ്സും മാന്യതയൊക്കെ നോക്കണ്ടേ. അവളെ വെറും കൈയോടെയാണ് പറഞ്ഞു വിടുന്നതെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തോന്നരുതല്ലോ. ആ അപർണ വിളിച്ചിരുന്നു, മോതിരത്തിന്റെ അളവ് വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തോളാം. ആ അവരും 1 പവന്റെ മോതിരം തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ വാങ്ങിയ ഡിസൈൻ കൊള്ളാം. കാഴ്ചയ്ക്ക് നല്ല മതിപ്പ് തോന്നുന്നുണ്ട്. ഹലോ. ആ അപ്പു, വാ വാ. എന്താണ് എല്ലാരും കൂടി വല്ല സീരിയസ് ഡിസ്കഷനും ആണോ? ഏയ്, ഞങ്ങൾ ഇങ്ങനെ എൻഗേജ്മെന്റിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വന്നതേ ഉള്ളൂ മോളെ. ആഹാ. ഗംഭീര ഷോപ്പിംഗ് ആണല്ലോ നടന്നത്. ആഹാ, ഇതാണോ മണവാട്ടി ഉടുക്കുന്ന സാരി? എങ്ങനെയുണ്ട് അപ്പു? കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഈ സാരിയിൽ മണവാട്ടി പൊളിക്കും. മുത്തശ്ശി എന്താ വലിയ ഗൗരവത്തിരിക്കുന്നെ? ഓ, ഞാനെന്ത് മിണ്ടാനാ. ഇതെന്താ? നിശ്ചയത്തിന് മാളു അരുണിനിടുന്ന മോതിരവാ. എവിടെ നോക്കട്ടെ. അല്ല, എൻഗേജ്മെന്റിന് എനിക്കൊന്നും വാങ്ങിയില്ലേ? അതെന്ത് ചോദ്യം അപ്പു, നിനക്കുള്ളത് വാങ്ങിക്കാതിരിക്കോ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഇത് തന്നെ. ആ നീ തന്നെ കൊടുക്ക. ഇതാ, ഇത് നിനക്കുള്ളതാ. Thank you. നിനക്ക് പിന്നെ സാരിയും ചുരിദാറൊന്നും പിടിക്കില്ലല്ലോ, അതുകൊണ്ട് ജീൻസും ടോപ്പും എടുത്തത്. ഇഷ്ടായോ നോക്ക്. ആന്റിയുടെ സെലക്ഷൻ അല്ലേ, തെറ്റില്ല. താങ്ക്സ്. പിന്നെ വിപിക്കും ഗീതയ്ക്കും ഉള്ളത് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. ആ അല്ല, എവിടെ നമ്മുടെ മണവാട്ടി? മാള് റൂമിലുണ്ട്. ആ, ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനെ ഇപ്പൊ എന്തിനാണാവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഓ, എന്റെ അമ്മയൊന്ന് പതുക്കെ.
ഇപ്പൊ ഈ വെളുക്കച്ചെരിയുമായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തതിന്റെ പിന്നില് എന്തോ ഒരു കാര്യമുണ്ട്, നോക്കിക്കോ. എക്സ്ക്യൂസ് മീ, എന്താണ് മാളവിക മുരളി പകൽക്കിനാവിൽ മുഴുകിയിരിക്കുകയാണോ? നീ എന്തെങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു? എങ്ങോട്ടും പോവാൻ തോന്നിയില്ല. എന്ത് കോലാടിയത്, മുഖമൊക്കെ ഒരുമാതിരി കറുത്ത് കരുവാളിച്ച്. പാർലറിൽ പോയി ഒന്ന് ഫേഷ്യൽ ചെയ്ത് മെനയായിക്കൂടെ നിനക്ക്? നാളെ കഴിഞ്ഞ് നിന്റെ എൻഗേജ്മെന്റ് അല്ലേ? ചെറുക്കന്റെയും കൂട്ടുകാരുടെയും മുമ്പില് നീ ഈ കോലത്തിലാണോ നിക്കാൻ പോകുന്നത്? കഷ്ടം. ആ അരുൺ പാക്കറിന്റെ പെങ്ങള് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത പാർട്ടിയാ. അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭൂലോക സുന്ദരിയാണെന്നായിരിക്കും അവര് റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ തട്ടിവിട്ടിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ പറ്റിയില്ലെങ്കിലും ആ പാവത്തിനെ നീ നിരാശപ്പെടുത്തല്ലേ പൊന്നെ. അണിഞ്ഞൊരുങ്ങി നല്ല ഇട്ടിഫെട്ട് ലുക്കിൽ അങ്ങ് മിന്നിച്ചേക്കണം. ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാ അപ്പോ നീ എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഞാൻ മാത്രല്ലല്ലോ മാളു, എല്ലാവരും തകർത്തങ്ങ് അഭിനയിക്കല്ലേ. അപ്പൊ പിന്നെ കൂട്ടത്തില് ഞാനും കൂടണമല്ലോ. അതല്ലേ അതിന്റെ മര്യാദ. താഴെ എല്ലാവരും വലിയ ആവേശത്തിലാണല്ലോ. ഗംഭീര ഷോപ്പിംഗ് ആയിരുന്നു അല്ലേ? പിന്നെ ചടങ്ങിന് കൊടുക്കാനുള്ള സാരി ഞാൻ കണ്ടു, കൊള്ളാം. പക്ഷെ ആന്റിയുടെ സിലക്ഷൻ എന്റെ അത്ര പോരാ, തോന്നിയില്ല അങ്ങനെ? കൂട്ടത്തിൽ എനിക്കും കിട്ടിയ ഒരു കവർ എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സാണെന്നാ ആന്റി പറഞ്ഞത്. നിന്റെ സെലക്ഷൻ ആയിരിക്കുമല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും. ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരു ചടങ്ങിനായിട്ടെങ്കിലും എന്നെ കൂടി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ മനസ്സിലായി നീ ഇപ്പൊ അങ്ങനെ ആഗ്രഹിച്ച കൂടി മറ്റുള്ളവര് സമ്മതിക്കില്ല. അപ്പോ ഒന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, സമ്മതിച്ചിട്ടല്ല. അതൊരു മുൻകൂർ ജാമ്യല്ലേ മാളു? ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന്റെ ഇഷ്ടമോ സമ്മതമോ ഇല്ലാതെ അവളുടെ എൻഗേജ്മെന്റോ വിവാഹമോ നടത്താൻ ഒരു വീട്ടുകാരും ധൈര്യപ്പെടില്ല. നിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഈ വീട്ടിലൊരു സ്പേസ് ഉണ്ട് താൻ. എന്നിട്ടും ഈ പ്രപ്പോസൽ ഇത്രത്തോളം വളരണമെങ്കിൽ അത് നിന്റെ മൗനസമ്മതത്തോടെ തന്നെയല്ലേ മാളു? അല്ലെന്ന് നീ എത്ര തവണ ആണയിട്ട് പറഞ്ഞാലും സത്യം അതാണെന്ന് എനിക്കറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, അരുൺ ഭാസ്കറിനോടുള്ള ഇഷ്ടം കൊണ്ടോ അതോ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടോ? അപ്പോ പോട്ടെ, രണ്ടിലേത് റീസൺ ആയാലും എനിക്ക് വിരോധമൊന്നുമില്ല. നിന്റെ ലൈഫാണ്, നിന്റെ ചോയ്സാണ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു ഡിസ്കഷന്റെയോ പോസ്റ്റ്മോർട്ടത്തിന്റെയോ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് സങ്കടമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നൊന്നും കള്ളം പറയുന്നില്ല. നല്ല സങ്കടമുണ്ട്. നിന്നെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കിപ്പോഴും.